പ്രിയമുള്ളവരെ, നമ്മൾ എന്നും നാടിൻ്റെ നന്മയെ കാത്തു സൂക്ഷിക്കേണ്ടവരാണ്. രാജ്യത്തിൻ്റെ അഖണ്ഡത നാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരുമാണ്. രാജ്യത്ത് പല രൂപത്തിലുള്ള പ്രശ്നവൽക്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ ഗതി, മുന്നോട്ടുള്ള ഭാവി വളരെയധികം പ്രശ്നത്തിലാണ്. രാജ്യം നാശത്തിലേക്കാണോ പോകുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോവുകയാണ്. കാരണം രാജ്യത്തിൻ്റെ നിയമങ്ങളും അതിൻ്റെ അജണ്ടകളും അതിൻ്റെ ചിട്ടകളും എല്ലാം തെറ്റിച്ചുകൊണ്ട് നിർകൃഷ്ടമായ ചിന്തകളിലൂടെ, കാഴ്ചപ്പാടുകളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പലരും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നമുക്ക് എന്താണ് പ്രശ്നമെന്ന് പരിശോധിച്ച് നോക്കാം. ബാബരി മസ്ജിദ് മുതൽ ഇന്ന് നിൽക്കുന്ന അജ്മീർ ദർഗ വരെ എത്തി നിൽക്കുകയാണ് പലരുടെയും അവകാശ തർക്കങ്ങൾ. ഞങ്ങളുടേതായിരുന്നു അതെന്ന് പറഞ്ഞുകൊണ്ട് പലരും മുന്നോട്ട് വരികയാണ്. ഇതിനെ വളരെയധികം ശക്തമായ നിലക്ക് നാം ഇതിനെക്കുറിച്ച് പഠിക്കുകയും എന്താണ് ഇവരുടെ ലക്ഷ്യം, എന്താണ് ഇവരുടെ ചിന്തകളിലേക്ക് എത്തുന്നത്, എന്താണ് ഇവരുടെ പിന്നിലുള്ളത്, ഇവരെത്രമാത്രം വർഗീയവാദികളാണ് എന്നിങ്ങനെ തുടങ്ങി പലതും നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ലോകത്തിൻ്റെ മുന്നിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ സ്ഥാനമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത്. ഒരുപാട് അറബ് രാജ്യങ്ങൾ ഉണ്ട്. ആ അറബ് രാജ്യങ്ങൾക്കിടയിലെല്ലാം ഇന്ത്യയുടെ സ്ഥാനം എന്നുള്ളത് വലുതാണ്. അറബ് രാജ്യങ്ങളെക്കുറിച്ച് നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടങ്ങളിലെല്ലാം മുസ്ലിമീങ്ങളാണ് കൂടുതലും ഉള്ളത്. അവരെല്ലാം ഇന്ത്യക്ക് പ്രധാനമായ ഒരു സ്ഥാനം നൽകുകയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യപരമായ ഒരു രാജ്യമാണ്. ഇന്ത്യയിൽ ഒരുപാട് മതവിഭാഗങ്ങൾ താമസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായി, ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായി പല രാജ്യങ്ങളും കാണുന്നത്. പല രാജ്യങ്ങളിലും ജാതിയുടെ വിഷയത്തിലും നിറത്തിൻ്റെ വിഷയത്തിലും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും അതുപോലുള്ള ദുരവസ്ഥകൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണെന്ന് നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം പ്രശ്നമുണ്ടാക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് ഈ രാജ്യത്തിൻ്റെ അധപ്പതനത്തിലേക്ക് ഈ രാജ്യത്തെ നയിക്കുകയാണ്. കാരണം പൊള്ളത്തരങ്ങൾ മാത്രം വിളിച്ച് കൂവുകയാണ് ചെയ്യുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് വഴി നീക്കുന്ന പല പ്രവണതകളുമാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഐക്യത്തെ തകർക്കാനാണ് പലരുടെയും ശ്രമം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തരം അജണ്ടകളിൽ നിന്ന് പിന്മാറേണ്ടതുണ്ട്. കാരണം രാജ്യത്തെ പ്രശ്നവൽക്കരിക്കരുത്. രാജ്യത്തിൻ്റെ അഖണ്ഡത നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പല ഫാസിസ്റ്റുകളും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വന്ന പല കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുപോലൊരു കാലഘട്ടമാണ് കുറച്ചായി ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിന് അടിയറ വയ്ക്കേണ്ടതുണ്ട്. ഇത്തരം ഫാസിസ്റ്റ് ചിന്താഗതിക്കാരെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്. അവരെ നാം മായ്ച്ചു കളയേണ്ടതുണ്ട്. അവരെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കേവലം ഒരു മതവിഭാഗത്തെ മാത്രം ഊയം വെച്ച് കണ്ട് ആ മതവിഭാഗത്തെ നശിപ്പിക്കണം, അവരുടെ ആരാധനാലയങ്ങൾ നമ്മുടേതാണെന്ന് സ്ഥിരീകരിക്കണം, അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയുമായൊരു വിഭാഗം വരുമ്പോൾ ഇതിനൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല. എനിക്ക് പറയാനുള്ളത്,
ഇന്ത്യയുടെ നിയമങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നാം മുന്നോട്ട് പോകേണ്ടത്. ഡിസംബർ 6 ഇന്ന്. ഇന്നത്തെ ദിവസം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട ദിവസമാണ്. അന്ന് ബാബരിയുടെ മിനാരങ്ങൾ തകർത്തവർ ഇന്ന് അജ്മീർ ദർഗയുടെ മിനാരത്തിലേക്കാണ് അവരുടെ കണ്ണുള്ളത്. ഇനി അജ്മീർ ദർഗ കൂടി വേണമത്ര. അവിടെയും പണ്ട് വളരെ പണ്ട് അവിടെ ഹിന്ദു ക്ഷേത്രമായിരുന്നത്രേ. എന്താണ് രാജ്യത്ത് സംഭവിക്കുന്നത്? ഈ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടേക്കാണ്? കൃത്യമായുള്ള പരിശോധനകൾ വീണ്ടും വീണ്ടും ആവശ്യമുണ്ട്. ഒരു രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളായ മതവിഭാഗത്തെ മാത്രം ഇരയാക്കിക്കൊണ്ടുള്ള ഇത്തരം അജണ്ടകൾ പിൻവലിക്കണം എന്നാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്. അല്ലെങ്കിൽ രാജ്യം വളരെയധികം പ്രതിസന്ധിയിലേക്കാണ് പോകാനിരിക്കുന്നത്. വലിയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും. രാജ്യത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടും. രാജ്യത്തിൻ്റെ ഐക്യം നഷ്ടപ്പെടും. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് നിയമപാലകന്മാർ, രാജ്യം ഭരിക്കുന്നവർ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇനിയും ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യരുത്. ഈ രാജ്യത്തെ പ്രശ്നവൽക്കരിക്കരുത്. ഈ രാജ്യത്തെ ഫാസിസ്റ്റുകൾക്ക് വിട്ടുകൊടുക്കരുത്. ഈ രാജ്യത്തെ തീവ്രവാദികൾക്ക് വിട്ടുകൊടുക്കരുത്. ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് വിട്ടുകൊടുക്കരുത്. ഈ രാജ്യം എന്നും ജനാധിപത്യപരമായ രാജ്യമായി തീരണം. എന്നും മതേതരപരമായ രാജ്യമായി തീരണം. ഇവിടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. ഇന്ത്യൻ ഭരണഘടന എന്തെല്ലാം അനുശാസിക്കുന്നുണ്ടോ എല്ലാം ഇവിടെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഏതൊരു ന്യൂനപക്ഷത്തെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ നിയമങ്ങളെ വെറും കടലാസ് കഷ്ണങ്ങളിൽ എഴുതിയത് മാത്രമാക്കി മാറ്റരുത്. അത് രാജ്യത്ത് നടപ്പിലാക്കുകയും എത്രയെത്ര പള്ളികളാണ് അവകാശവാദങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം അവകാശവാദങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. അത്രമാത്രം വളരെ പ്രശ്നത്തിലേക്കാഴ്ത്തുന്ന അവകാശവാദങ്ങളുമായാണ് ചിലർ വരുന്നത്. ഈ അവകാശവാദങ്ങളെ ഉൾക്കൊള്ളാൻ തീർച്ചയായും സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം അവകാശവാദങ്ങളെ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചിലരുടെ കൃത്യമായ അജണ്ടകൾ മാത്രമാണ്. ഇതിന് നാം കൃത്യമായി ബോധവാന്മാരാകേണ്ടതുണ്ട്. രാജ്യത്തെ നശിപ്പിക്കാൻ ചിലർ മുന്നോട്ടിറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് മുൻകാലങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അതാണ് വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നത്. പലരും നമ്മോട് പറയുന്നത് രാജ്യം ഇനിയും ഒരുപാട് കാലം ഈ രാജ്യം വളരെ നല്ല രൂപത്തിൽ നീങ്ങേണ്ടതുണ്ട്. ജനാധിപത്യപരമായി ലോകത്തേറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് ഇന്ത്യയാണ്. വളരെ വലിയ ജനാധിപത്യ രീതിയാണ് ഇന്ത്യയിലുള്ളത്. ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പായാലും ഇന്ത്യയുടെ മറ്റേത് മേഖലകൾ എടുത്തു നോക്കുമ്പോഴും ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലുകളാണുള്ളത്. അതിന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ഒളി അജണ്ടകൾ ആര് കുത്തിക്കയറ്റുന്നുവോ അവരെ ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട്, അവരെ അവഗണിക്കേണ്ടതുണ്ട്. സർക്കാരിനോട് പറയാനുള്ളത്, രാജ്യം പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ പ്രശ്നക്കാർക്ക് അല്ലെങ്കിൽ പ്രതിസന്ധിയിലേക്ക് വിട്ടു നൽകരുത്. ഈ രാജ്യം പ്രശ്നവൽക്കരിക്കപ്പെടരുത്. മറു രാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഒരിക്കലും താഴ്ന്നു പോകരുത്. ഇന്ത്യയുടെ സ്ഥാനം മറു രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ നമുക്ക് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഇന്ത്യയുടെ സൗഹൃദം നാം നിലനിർത്തേണ്ടതുണ്ട്. ഇതിനെ തകർക്കാൻ ആരും ശ്രമിക്കരുത്. അതിന് അനുയോജ്യമായ നിലയിലുള്ള നിയമ നടപടികൾ രാജ്യത്തുണ്ടാകേണ്ടതുമുണ്ട്. ഈ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് ആരെല്ലാം കാരണക്കാരുണ്ടോ അവരെയെല്ലാം അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയാകണം നമ്മുടെ തേരോട്ടം രാജ്യത്ത് സ്ഥാപിക്കേണ്ടത്. ഇത്തരം ഫാസിസ്റ്റുകളെ ഇല്ലായ്മ ചെയ്യേണ്ടത്
എൻ്റെയും നിങ്ങളുടെയും കടമയാണെന്ന കൃത്യമായ ഉത്തരവാദിത്ത ബോധം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടതുണ്ട്.